അത്ഭുതം നിറഞ്ഞ വിവാഹവും ഈശ്വര സാന്നിധ്യം നിറഞ്ഞ ജീവിതവും പുണ്യമരണവും സ്വർഗാരോഹണവും മാതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു. പരിശുദ്ധ കന്യകാ മാതാവ് പല രാജ്യങ്ങളിൽ പല രൂപങ്ങളിൽ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യാവിഷ്കാരം ഇവിടെ അവതരിപ്പിക്കുന്നു സെന്റ് സേവിയേഴ്സ് BCC യൂണിറ്റ് ഡാലിവിള. ജപമാല രാജ്ഞി 1208 ഫ്രാൻസിലെ പ്രോവിഗായിൽ വെച്ച് വിശുദ്ധ ഡൊമിനിക് അൽബിജിയൻസിനെ മാനസാന്തരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായപ്പോൾ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി ഡൊമിനിക്കിനോട് പറഞ്ഞു, ഒരു ദിനം ജപമാലയിലൂടെയും ഉത്തരീയത്തിലൂടെയും ഞാൻ ലോകത്തെ രക്ഷിക്കും. എന്റെ മകനെ, പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമാണ് പാപികളെ തിരികെ കൊണ്ടുവരാനുള്ള ഏകമാർഗം. എന്റെ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഈ പ്രാർത്ഥന ഒരിക്കലും നിന്ന് വീഴ്ത്തില്ല. ഇത് അനുസരിച്ച ഡൊമിനിക് വിശുദ്ധനായി. കരുണയുടെ മാതാവ് സത്യദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ നിരസിക്കുവാൻ കടൽ കൊള്ളക്കാരായ മൂലന്മാരാൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട് സ്പെയിനിലും ആഫ്രിക്കൻ ജയിലുകളിലും കഴിഞ്ഞിരുന്ന അടിമകളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു സന്യാസ സഭ ആരംഭിക്കുവാൻ വിശുദ്ധ പീറ്റർ നൊളാസ്കിക്കും അദ്ദേഹത്തിന്റെ ആത്മീയ പിതാവും കുമ്പസാരക്കാരനുമായ റെയ്മണ്ട് പെനഫോർട്ടിനും ഒരേ സമയം 1218 ഓഗസ്റ്റ് 1 പരിശുദ്ധ കന്യകാ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കാരുണ്യ മാതാവിന്റെ സഭയിലൂടെ വലിയൊരു കാരുണ്യത്തിന്റെ പ്രവൃത്തി തുടങ്ങുവാൻ കാരണമായി. വ്യാകുല മാതാവ് 1239 ദുഃഖ വെള്ളിയാഴ്ച സെനാരിയോ മലയുടെ ഏകാന്തതയിൽ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനുമായി ജീവിതം സമർപ്പിച്ച 7 വിശുദ്ധരായ വ്യക്തികൾ യേശുവിന്റെയും മാതാവിന്റെയും പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് തന്റെ വ്യാകുലതകളെ കുറിച്ച് ധ്യാനിക്കുവാനുള്ള ഒരു സഭ തുടങ്ങുവാൻ ആവശ്യപ്പെട്ടു. മാതാവിന്റെ ഹൃദയം 7 വ്യാകുലങ്ങളായ ശിമയോന്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതാകുന്നത്, കാൽവരിയിലേക്കുള്ള യാത്രയിൽ പുത്രനെ കാണുന്നത്, യേശുവിന്റെ കുരിശിലെ മരണം, ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നത്, ഈശോയുടെ മൃതസംസ്കാരം എന്നീ വ്യാകുലങ്ങളാകുന്ന വാളുകളാൽ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. വ്യാകുലതകൾക്ക് പരിഹാരം കാണുന്നതിനാൽ വ്യാകുല മാതാവ് എന്നറിയപ്പെടുന്നു. കർമ്മല മാതാവ് പാലസ്തീനയിൽ 1251 ജൂലൈ 16 അർദ്ധരാത്രിയിൽ കർമ്മല സഭയുടെ അന്നത്തെ പ്രയോജനത്തായ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് കർമ്മലോത്തരിയും നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ സഹോദര്യത്തിന്റെയും അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലോത്തരിയും സ്വീകരിക്കുക. ഈ ഉത്തരീയം ധരിച്ച് ഇരിക്കുന്നവർ ഒരിക്കലും നശിക്കുകയില്ല. കർമ്മല സഭയുടെ പ്രത്യേക മധ്യസ്ഥ എന്ന സ്ഥാനമാണ് പരിശുദ്ധ കന്യകാ മാതാവിനെ കർമ്മലനാഥ എന്ന പേര് നൽകുവാൻ കാരണമായി. വല്ലാർപാടം മാതാവ് 1524 പോർച്ചുഗീസുകാരായ മിഷണറിമാർ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടത്ത് പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ഏഷ്യയിലെ ആദ്യ ദേവാലയം സ്ഥാപിച്ചത്. എന്നാൽ 1676 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പള്ളി പൂർണ്ണമായും തകരുകയും അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന മാതാവിന്റെ ചിത്രം ഒഴുകി പോവുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ചൻ ചേങ്ങമംഗലത്തേക്കുള്ള ബോട്ട് യാത്രക്കിടയിൽ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു. പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി.
തുടർന്ന് മാതാവിന്റെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മല്ലാർപാടത്ത് പ്രത്യക്ഷപ്പെട്ടതിനാൽ മാതാവിന് മല്ലാർപാടം മാതാവ് എന്ന പേര് കൈവന്നു. വേളാങ്കണ്ണി മാതാവ് 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ 3 സാഹചര്യങ്ങളിൽ വേളാങ്കണ്ണിയിൽ വെച്ച് ദർശനം നൽകുകയുണ്ടായി. 1560-ൽ അയൽപ്പക്കത്തെ വീടുകളിൽ പാലിന് നടന്നിരുന്ന ഒരു ഹൈന്ദവ ആരാധന പരിശുദ്ധ അമ്മ ഉണ്ണീശോയോട് പ്രത്യക്ഷപ്പെട്ട് ദാവീദ് പോലെ കുഞ്ഞിനെ കൊടുക്കുവാൻ പാൽ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കയ്യിലുള്ള മുദ്രയിൽ നിന്ന് ഉണ്ണീശോയ്ക്ക് കുടിക്കുവാൻ ചെയ്തു. വീണ്ടും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടെ മോരിലേക്ക് നടന്നിരുന്ന ഉടമ്പനായ ബാലകത്തിൽ മോര് നൽകിയ ബാലനെ ഉടൻ തന്നെ തുടങ്ങുന്നു. 3ാമത്തെ അത്ഭുതം നടന്നത് പോർച്ചുഗീസുകാരായ കച്ചവടക്കാർക്കാണ്. ശ്രീലങ്കയിലേക്കുള്ള കപ്പൽ യാത്രയിൽ അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലഞ്ഞപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും യാത്രക്കാരായ 150 പേരും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ജീവൻ രക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്കുള്ള സമ്മാനമായി അവർ പണിതീർത്ത് നൽകിയതാണ് ഇന്ന് കാണുന്ന വേളാങ്കണ്ണിയിലെ ദേവാലയം. അമലോത്ഭവ മാതാവ് ഫ്രാൻസിലെ ഉവേഡുവാക്കിൽ ആയിരുന്നു വിശുദ്ധ വിൻസെന്റ് പോൾ സ്ഥാപിച്ച ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ മദർ ഹൗസ്. 1830 ജൂലൈ 18-നും നവംബർ 27-നും ഇടയിൽ അന്ന് നോവിസ് ആയിരുന്ന കാതറൈൻ ലെബോറ എന്ന സിസ്റ്ററിന് അമ്മ ദർശനം നൽകി. ആ ദർശനങ്ങളിലൂടെ അദ്ഭുത കാശുരൂപം ലോകത്തിനായി അമ്മ നൽകിക്കൊണ്ട് പറഞ്ഞു, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുമായി യേശുവിന്റെ അൾത്താരയിലേക്ക് വരിക, അവ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിക്കുക. നിങ്ങൾ ആശ്വസിക്കപ്പെടും, ശക്തരാക്കപ്പെടും. മേലധികാരികളോട് തുറവിയുള്ളവരായിരിക്കുക, വിനയാന്വിതരാകുക. നിങ്ങളുടെ ആത്മാവിന്റെ സ്ഥിതിവിവരം കുമ്പസാരക്കാരനെ അറിയിക്കുക. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ ആയിരുന്ന അമലോത്ഭവ മാതാവ് എന്ന് വിളിക്കപ്പെടുന്നു. ലൂർദ് മാതാവ് 1858 ഫെബ്രുവരി 11-ാം തീയതി വിറക് പെറുക്കാൻ പോയ വർണ്ണദീപയ്ക്ക് മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവളോട് കൈകൾ കൊണ്ട് മണ്ണിൽ കുഴിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉടനെ ഒരു ഉറവ രൂപപ്പെട്ടു. ആ വെള്ളത്തിൽ കണ്ണുകൾ കഴുകിയവർക്ക് കാഴ്ച ലഭിച്ചു. ആ വെള്ളം ഉപയോഗിച്ച് അനേകർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു. ഒളിവിന് വിശ്വാസവും പ്രാർത്ഥനയും വേണം. വിശ്വാസമില്ലെങ്കിൽ ഈ ജലത്തിന് ഒരു വിലയുമില്ല എന്ന് മാതാവ് ഓർമ്മപ്പെടുത്തി. ഇന്ന് ലൂർദ് മാതാവിനെ വണങ്ങുവാൻ അനേകായിരങ്ങൾ വന്നു ചേരുന്നു. ഫാത്തിമ മാതാവ് പോർച്ചുഗലിലെ ഫാത്തിമയിൽ